ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പിന്നെ നമുക്ക് ചക്ക സീസൺ അല്ലേ, അപ്പോൾ കുറച്ച് ചക്ക ചിപ്സ് ഉണ്ടാക്കാം. ചക്കൻ്റെ എല്ലാ വിഭവവും എല്ലാവരും ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചക്ക ചിപ്സ് ഉണ്ടാക്കി കുറേ കാലത്തൊക്കെ സൂക്ഷിച്ച് വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നുമില്ല, ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പൂതിക്ക് മാത്രം. അപ്പോൾ അതിനുവേണ്ടി ഇതാ ചക്ക ഉമ്മ ഇങ്ങനെ കൊത്തി നന്നാക്കി ചുള തരുന്നുണ്ട്. ഞാനത് അതിൻ്റെ ചേണിയും കുരുവൊക്കെ കളഞ്ഞിട്ട് അത് കട്ടി കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഞെക്കി പൊട്ടിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് ഇതാ ഒരു പാത്രം നിറയെ മാത്രം ഞാൻ ഒരു ഒത്ത കനത്തിൽ ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഇതാ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ പൊരിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിവിടെ ഓയിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഇട്ടാൽ ഫ്രൈ ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് കുറച്ചിടാം കേട്ടോ. പിന്നെ ഈ ഒരു പൊരിക്കുന്ന ടൈമിൽ കുറച്ച് പൊരിഞ്ഞായി വരുമ്പോൾ ഉപ്പ് വെള്ളം ഇങ്ങനെ ആക്കുന്ന പോലെ ഉണ്ട്. പിന്നെ അങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളാക്കുന്ന ടൈമിന് കുറച്ച് ഉപ്പ് വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് എല്ലാ ചിപ്സും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വൈകുന്നേരത്തെ ചായക്കൊക്കെ കുറച്ചിങ്ങനെ എടുത്ത് കട്ടൻ ചായക്ക് ചക്ക ചിപ്സൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്ന് ആ ഒരു പൊട്ടലും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം മറന്നു പോവണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.